പെട്ടെന്ന് എന്തെങ്കിലും അസാധാരണമായ ഒരു ഭാവവ്യത്യാസം ഗംഗയിൽ കണ്ടാൽ നീ പതറില്ല. അതായത് ഭയങ്കര ഇതല്ലേ, നാച്ചുറൽ ഫീല്. അത് ലാലേട്ടൻ മെയ്വഴക്കത്തോടുകൂടി ചാടി വന്ന് ഓടി വന്നിട്ട് ചാടി അങ്ങനത്തെ അത് ഭയങ്കര നാച്ചുറൽ ആണ്. നാഗവല്ലിന്ന് പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് ഗംഗയിലോട്ട് മാറുന്നു, പിന്നെ ഗംഗയിൽ നിന്ന് ട്വിസ്റ്റ് നാഗവല്ലി, അത് ഭയങ്കര സംബന്ധം. വെൽക്കം ടു ചങ്സ്റ്റോക്ക്. അപ്പം നമ്മളുടെ മലയാളത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ ടീച്ചർ നമ്മൾ ഓൾറെഡി റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വി ആർ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിലർ, ഒഫീഷ്യൽ ട്രെയിലർ എന്നുള്ളത്. കാരണം ഈ മൂവി എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര സ്പെഷ്യൽ ആണ്. എത്രയോ ഭാഷയിലേക്ക് റീമേക്ക് പോയിട്ടുണ്ടെങ്കിലും ഒന്നുപോലും ഇതിന്റെ ഒരു അയൽവകത്തോലും എത്തിയില്ല. നമ്മള് എപ്പോഴും ആ ഒരു ക്ലാസിക് മാസ്റ്റർ പീസ് തന്നെ പറയാം. കാരണം ഫാസിൽ സാറിന്റെ ഡയറക്ഷനിൽ ഇറങ്ങിയ എന്താ പറയാ, ഇപ്പോഴും അങ്ങനെ തന്നെ മാസ്റ്റർ പീസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ. ലാലേട്ടൻ, ശോഭന മാം, അതുപോലെ തന്നെ സുരേഷ് ഗോപി ചേട്ടൻ, എല്ലാരും കൂടി ഭയങ്കര പെർഫോമൻസ്. പിന്നെ മറ്റുള്ള ആക്ടേഴ്സ് ഒക്കെ എല്ലാരും അല്ലെ, എല്ലാരും ഒരു രക്ഷയിലാണ്. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ആ ഡയറക്ടറിനെ അഗെയിൻ ഹി കാൻ റീക്രിയേറ്റ് സംതിങ് ലൈക്ക് ദിസ്. അതായത് നമുക്ക് അതിനകത്ത് അതിന്റെ ഒരു സെയിം സോളിൽ ഒരിക്കലും വേറൊരു മൂവി നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിന് എത്രത്തോളം ആളുകൾ തൊടാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും ആയില്ല എന്നുള്ളത് മാത്രമല്ല. ഡോക്ടർ സണ്ണി, ഗംഗ, നകുലൻ ഇവരൊരിക്കലും മറ്റേ രീതിയിൽ ഒരിക്കലും തിരിച്ചു വരാൻ വേണ്ടി പോകുന്നില്ല. കാരണം അത് അങ്ങനെ തന്നെയാണ്. അത് ഫ്രെയിം ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ അല്ലെ. അതിന്റെ മേലെ ഇനി ഒന്നും വരാനില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരും കാട്ടോർമനായാലും അങ്ങനെ ഒരുപാട് പറഞ്ഞു തുടങ്ങി അങ്ങനെ അല്ലെ. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും പെർഫെക്ഷൻ ആണ് തോന്നുന്നത്. കാരണം ഡോക്ടർ സണ്ണി എന്ന് പറയുമ്പോൾ സണ്ണിക്കുള്ള ഒരു കുറേയധികം പെർഫോമൻസ് ഏരിയാസ് ഉണ്ട്. അവിടെ കുറെ മിതത്വം പാലിക്കേണ്ട കുറെ സ്ഥലങ്ങളും ഉണ്ട്, കുറച്ച് ഹൈ ആവേണ്ട സ്ഥലങ്ങളും ഉണ്ട്. കൂടെ തന്നെ ഹ്യൂമറും ഉണ്ട്. അതെ, കാരണം എൻട്രി വിട്ടിട്ട് അങ്ങനെ ഹ്യൂമർ ആയിട്ടല്ലേ പോകുന്ന ആള്. ഹ്യൂമർ ആയിട്ട് പോയിട്ട് അവസാനത്തോട് ഭയങ്കര സീരിയസ് ആണ്. അപ്പൊ പിന്നെയാണെങ്കിൽ നമ്മള് സുരേഷ് ഗോപി ചേട്ടന്റെ ആണെങ്കിൽ ആ ഒരു നകുലന്റെ ക്യാരക്ടർ ആണെങ്കിലും ഈവൻ ആ നമുക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് റോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ റോൾ. പക്ഷെ എന്നാലും മൂവി കാണുന്ന സമയത്ത് രണ്ടുപേരും ഒരു ഈക്വൽ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു എനിക്കൊന്ന് പടത്തിന്റെ ഒരു ഇന്റർവെൽ ആകുമ്പോഴാണ് ലാലേട്ടൻ വരുന്നത്. കാരണം ആ ഒരു ഇമ്പോർട്ടൻസ് കുറയാണ്ടിരിക്കാൻ. ആ സമയത്ത് എന്ന് വെച്ചാൽ സുരേഷ് ഗോപി ചേട്ടന് ആ ഒരു മൂവീസ് ഒക്കെ കുറച്ച് മെയിൻ മൂവീസ് ഒക്കെ ഹീറോ ആയിട്ട് ചെയ്തിരുന്ന ടൈമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെയാണെങ്കിൽ നമുക്കറിയാം ശോഭന മാം ഒബ്വിയസ്ലി എന്താ പറയാ, പുള്ളിക്കാരുടെ സ്ക്രീനിൽ വരുമ്പോ അതിപ്പോ ഏത് മൂവി ആണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരുടെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വേറെ ഒരു ആക്ട്രസിന്റെ നിന്നും കിട്ടാത്ത ഒരു സ്ക്രീൻ പ്രസൻസ് ആണ്. അത് മാത്രമല്ല എന്റിലോട്ട് ശോഭന മാം അത്രയും പെർഫോം ചെയ്തിട്ട് ശരിക്ക് ശോഭന മാമിന്റെ ഒരു മൂവി ആക്കി മാറ്റി ആ സിനിമ അല്ലെ. മണിച്ചിത്രത്താഴ് നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരുന്നത് നാഗവല്ലിയാണ് അല്ലെ. അല്ലാണ്ട് ഗംഗ രണ്ടാമതാണ് വരുന്നത്. ഫസ്റ്റ് ശരിക്കും നാഗവല്ലിയാണ്. നാഗവല്ലിയുടെ ഉഗ്രരൂപം അല്ലെങ്കിൽ ആ നമ്മളെ ശരിക്കും ഇതിനകത്ത് ഉഗ്രരൂപം ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ എന്നാലും നമ്മളുടെ മനസ്സിൽ ആ ടൈമിൽ നമ്മൾ തന്നെ വരച്ചു വെച്ചതും നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുത്തതുമായിട്ടുള്ള കുറെ ഉഗ്രരൂപങ്ങളുണ്ട് ശരിക്കും നാഗവല്ലിയുടെ. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനായിട്ട് ആ ഒരു സാധനങ്ങളൊക്കെ ഇല്ലേ, കുറെ അങ്ങനത്തെ അതെ അതെ, അത് ശരിക്കും ഒരു സൈക്കോ മ്യൂസിക് സൈക്കോ പ്ലസ് ഹൊറർ രണ്ടും ഉണ്ട്. പക്ഷെ ആ സമയത്ത് അറിയില്ലല്ലോ സൈക്കോ മൂവീസ് എന്നൊക്കെ പറയുന്ന അത്ര വലിയ നമ്മള് ഫെമിലിയർ അല്ലായിരുന്നു. നമ്മള് ഗോസ്റ്റ്, ഹൊറർ ഒക്കെ അത്രയും വരെ ഒക്കെയാണ്. സൈക്കാട്രി ലെവലിലോട്ട് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ സണ്ണി സ്പെഷ്യൽ ആയത്. അതുകൊണ്ട് മാത്രമല്ല മൂവിയില് ഫുള്ളി ഒരു സൈക്കോ രീതിയിൽ പോയാലും ശരിയാവില്ല. അതുകൊണ്ടാണ് ചെറിയൊരു പ്രേതവും കൂടി അവർ ആഡ് ചെയ്തത്. അതിന്റെ കൂടെ തന്നെ ഒരു ഫാമിലി മൊമെന്റും ഫാമിലി ഉണ്ടല്ലോ. കാരണം ആ ഒരു വലിയൊരു തറവാടല്ലേ സംഭവം കാണിക്കുന്നത്. നമുക്ക് എന്തായാലും നേരെ ആ ട്രെയിലർ കാണാം. കാരണം ഈ സിനിമയെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞാൽ തീരില്ല. തുടങ്ങാം. എത്ര വട്ടമാണെങ്കിലും നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർ കണ്ടപ്പോ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നല്ലേ ആ ഒരു റീമാസ്റ്റർ ചെയ്ത വേർഷൻ. എന്തായാലും കാണാം. റെഡി? നല്ല തമ്മിലല്ലേ. ഇതൊരു പഴയ തറവാടായതുകൊണ്ട് ഇവിടെ ചില വെച്ചാരാധനകളൊക്കെ ഉണ്ട്. നല്ല ക്ലാരിറ്റി. ആത്മാക്കളെ ആവാഹിച്ചിരുത്തിയിരിക്കുന്ന സ്ഥലമാണ്. ആഫ്റ്റർ 31 years. എടോ ഇവൻ അമേരിക്കയിൽ നിന്ന് വന്നത് ഈ ഡോക്ടറാണ്. ഈ ബ്രാൻഡിന്റെ മറ്റുമൊക്കെ രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാവോ ഞാനത് വേണ്ടത് കൈകാര്യം ചെയ്തോളാം.
ഓ എല്ലാരും കിണ്ടി കിണ്ടി. ഇന്നലെ തെക്കിനിന്ന് ഇറങ്ങിയ തമിഴത്തി വെറുതെ അങ്ങോട്ട് പോകുന്നില്ല. ഓ മൈ ഓ ഓ തമിഴത്തിൽ വേറെ സ്നേഹത്തിലായിരുന്നു. മോനെ അന്ന് അർദ്ധരാത്രി നാഗവല്യ കാർമാരെ നമ്മുടെ തെക്കിലേക്ക് വെട്ടിക്കൊന്നു. മോള് ആ ഭാഗത്തേക്ക് പോകട്ടാന്ന് വെച്ചാൽ ഓ എന്തായാലും എനിക്ക് ആ മുറി ഒന്ന് തുറന്നു കാണില്ല. ഓ സോൾ സോൾ. ഒരു മുறை வந்து பார்த்தாயா എൻ മനം നീ അറിഞ്ഞായോ. ഓ വിലക്കപ്പെട്ട മുറിയായിരുന്നു അത്. തെക്കിനി ഇനിയിപ്പോ എന്തൊക്കെയാ വരുന്ന എന്തൊക്കെയോ ദോഷമുള്ള വീടാണ് മുട്ടിയത്. ഓ സോങ്സ് ഒക്കെ വേറെ ലെവൽ. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാം ഇതിന് പരിഹാരം ചെയ്യാം. നാഗവല്ലി എന്ന കഥാപാത്രത്തിനോട് തോന്നിയ സിമ്പതി പിന്നൊരു എമ്പതിയായി മാറി. തീക്ഷ്ണമായ ഒരുതരം തന്മയീഭാവം. പെട്ടെന്ന് എന്തെങ്കിലും അസാധാരണമായ ഒരു ഭാവവ്യത്യാസം ഗംഗയിൽ കണ്ടാൽ നീ പതറില്ല. അതായത് ഭയങ്കര ഇതല്ലേ, നാച്ചുറൽ ഫീല്, സോള് ടൈംലെസ് ക്ലാസിക്. സത്യം ആ വേർഡാണ്. എന്താ അല്ലേ ശരിക്ക് ഈ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നോ ഫുൾ ആ ഒരു കോമഡി എലമെന്റ്സ്, അതായത് ഫുൾ കോമഡി. ശരിക്കും നമ്മൾ ഫസ്റ്റ് ഈ മൂവി കാണുമ്പോ ഈ ട്രെയിലർ കാണുമ്പോ തോന്നുന്നു ഇതൊരു കോമഡി പടമാണോ തോന്നിപ്പോകുന്ന അത് രീതിയിലാണ്. മാത്രല്ല പടം കാണുമ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം കുറെ സ്ഥലത്ത് പ്രേതം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും പേടിക്കുന്നൊക്കെ കാണിക്കുന്ന കോമഡിയിലാണ്. പ്രത്യേകിച്ച് നമ്മളെ ഇന്നസെന്റ് ഏട്ടനും അതുപോലെ KPC ലളിതമ്മയും പിന്നെ അതുപോലെ നമ്മളെ ഗണേഷ് കുമാർ പിന്നെ പപ്പു ഇവരൊക്കെ സുധീഷ് ഇവരൊക്കെ വന്നിട്ട് പേടിക്കുന്നതാണെങ്കിൽ നമുക്ക് കോമഡി ആയിട്ട് കാണിക്കുന്നത്. ശരിക്കും വെച്ചാൽ നമ്മള് ഇവൻ ഒരു രംഗം കാണിക്കുന്നുണ്ടല്ലോ, ശോഭന മാമിന്റെ എൻട്രി വരുന്ന സമയത്തും അവിടെ പ്രേതമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സീനുണ്ട്. അപ്പൊ അവിടെയും നമ്മൾ ആസ് എ ഓഡിയൻസ് ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പ്രേതമാണോ എന്നുള്ളത്. പക്ഷെ പിന്നീട് അതവിടെ കൺവിൻസ് ചെയ്യും അല്ല പ്രേതല്ല. അപ്പൊ നമ്മുടെ ഉള്ളില് നമ്മളും കൺവിൻസ് ആവും ഓക്കെ പ്രേതമില്ല. അപ്പൊ പക്ഷെ പിന്നീട് ഒക്കെ പലതും കാണിക്കുന്ന സമയത്തൊക്കെ എന്താ പറയാ, നമ്മള് പ്രേതത്തിന് നമ്മൾ തന്നെ സൃഷ്ടിച്ചു കൂട്ടുന്ന കുറെ മൊമെന്റ്സ് ഇതിനകത്തുണ്ട്. പിന്നെ ടൈംലെസ് ക്ലാസിക് എന്ന് പറയുന്നത് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂവി കണ്ടവരാരും പറയില്ല, അതായത് ഇതിന്റെ പിന്നിൽ ഇറങ്ങിയിട്ടുള്ള കുറെ അധികം വേർഷൻസ് ഒക്കെ എത്ര ഈവൻ അതിൽ അഭിനയിച്ചവർ തന്നെ പറയും ഇതിന്റെ തട്ട് മുകളിൽ തന്നെ ഇരിക്കുന്നുള്ളത്. എത്ര സ്റ്റാൻഡേർഡ് പറഞ്ഞാലും അല്ലെ, എത്ര സ്റ്റാൻഡേർഡുള്ള ആൾക്കാർ അഭിനയിച്ചാലും അത് എത്ര ടെക്നോളജി വലുതായ സമയത്താണെങ്കിൽ നമുക്കറിയാം 31 years ബിഫോർ ലോങ് ഇയേഴ്സ് 31 വർഷം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അത്രയും ടെക്നോളജി ഉള്ളൂ. അപ്പോ അതിനുശേഷം എത്രയോ നാളുകളൊക്കെ കഴിഞ്ഞിട്ടാണ് പല പല ലാംഗ്വേജിൽ ഈ ഒരു പടം റീമേക്ക് ചെയ്തത്. പക്ഷെ എന്നാൽ ഇതിന്റെ ഒരു ക്വാളിറ്റി എങ്ങനെയൊക്കെയോ ക്വാളിറ്റി മീൻസ് മറ്റേ ക്വാളിറ്റി ഉണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെയോ കുറെ മാറ്റങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ആ സിനിമയുടെ ഒരു സോൾ ഉണ്ടല്ലോ, മണിച്ചിത്താരിൽ നമ്മൾ കാണുന്ന സമയത്ത് സോൾ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു രസത്തിലാ പോണത് പറയുന്ന ആ ഒരു കഥയും സംഭവങ്ങളൊക്കെ. അത് നമ്മൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് അതിൽ നമുക്ക് കിട്ടുന്ന ഒരു സാധനം വല്ലാത്തതാണ്. പ്രത്യേകിച്ച് ആക്ടേഴ്സിന്റെ പെർഫോമൻസ്. കാരണം അവരൊക്കെ ഇപ്പൊ ആ ഒരു ഒറ്റ സീനില് ശോഭന മാമിനെയും നമ്മളെ സുരേഷ് ഏട്ടനെയും രണ്ടുപേരുടെയും ഫേസ് എക്സ്പ്രഷൻ കാണിക്കുന്നില്ല. ആ ഒരു കട്ടില് പൊക്കുന്ന ഒരു സീനില്ലേ, അവിടുത്തെ ഇപ്പൊ ട്രെയിലറിൽ കാണിച്ചല്ലോ, അവിടെ തന്നെ അവരുടെ ഫേസ് എക്സ്പ്രഷൻ മൈന്യൂട്ടായിട്ട് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പിന്നെ ലാലേട്ടനാണെങ്കിൽ ആ ഒരു ഇമോഷൻ വെച്ചിട്ടാണ് അവസാനത്തോട്ട് പെർഫോം ചെയ്യുന്നത്. ഫേസിലൊക്കെ ആദ്യം ഹ്യൂമർ ആയിട്ട് വന്നിട്ട് പിന്നെ ഇമോഷനിലോട്ട് പോകുന്നു. അപ്പൊ കാണുമ്പോൾ ഭയങ്കര ഒരു രസം. നമ്മളെപ്പോഴും മറ്റേ ഒരു ട്രോളിൽ തന്നെ നമ്മൾ തന്നെ, ഞാൻ ഇതിനിടയ്ക്ക് ഒരു ദിവസം പറഞ്ഞായിരുന്നില്ലേ, നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർ ചെയ്യുന്നതിന് മുന്നേ ഞാൻ സംസാരിച്ചായിരുന്നു. അതായത് നമ്മളെ ഈ ചായ തട്ടിമറിക്കുന്ന ഒരു സീനില്ലേ, ലാലേട്ടൻ ഓടി വന്നിട്ട്, അത് ലാലേട്ടൻ മെയ്വഴക്കത്തോടുകൂടി ചാടി വന്ന് ഓടി വന്നിട്ട് ചാടി അങ്ങ് അത് ഭയങ്കര നാച്ചുറൽ ആണ് നടക്കുന്നത്. അവിടെ ഇവിടെ പറയുന്നത് മറിഞ്ഞു വീണൊക്കെയാണ് ശരിക്കും തട്ടി വിടുന്നത്. ആ ഒരു ടെൻഷനും എല്ലാം മുഖത്ത് കാണാൻ പറ്റും. മറ്റേ സ്ഥലത്തൊക്കെ ആ ഒരു സിനിമാറ്റിക് ആക്കാൻ നോക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. എനിക്ക് തോന്നുന്നു അതാണ് സിനിമാറ്റിക് ആക്കാൻ നോക്കിയത് കൊണ്ട് പാളിപ്പോയ കുറെ സംഭവങ്ങളാണ് തോന്നുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് സിനിമാറ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നു ശോഭന മാം ഈ ഒരു റോള്, ശോഭന മാമിന്റെ റോള് തന്നെയാണ് ഇതിനകത്ത് മെയിൻ ഹൈ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. കാരണം പുള്ളിക്കാരത്തി എനിക്ക് തോന്നുന്നു ഡാൻസർ ആയതുകൊണ്ട് തന്നെ പല ഭാവങ്ങളും മുഖത്ത് വരുന്നുണ്ട്. ആൻഡ് അത് മാത്രല്ല ആ ഒരു നാഗവല്ലി കൂടുന്ന സമയത്ത്
അത് കഴിഞ്ഞു വരുന്ന നമുക്ക് ഭയങ്കര വിസിബിൾ ആണ് സാധനം. ഡുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ലാലേട്ടൻ അതിന്റെ അത്ര വേർഡ് പറയുന്നില്ലേ, ആ വേർഡ് ശരിക്കും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്കത് അതും രണ്ട് ക്യാരക്ടറായിട്ട് അഭിനയിക്കുകയാണ്. കാരണം ഒരേ സമയം ഗംഗയാവണം നാഗവല്ലി ആവണം, അതും നാഗവല്ലിയിൽ നിന്ന് പെട്ടെന്നൊരു ട്വിസ്റ്റ് ഗംഗയിലോട്ട് മാറുന്നു, പിന്നെ ഗംഗയിൽ നിന്ന് ട്വിസ്റ്റ് നാഗവല്ലി, അത് ഭയങ്കര സംഭവം തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് മാജിക്കൽ ഐസ് എസ്പെഷ്യലി ബിക്കോസ് ഇതിനകത്തൊരു സീൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കുറച്ച് ലൈറ്റ് എഫക്റ്റ് കൊടുത്തിട്ട് ഒരു ഇങ്ങനൊരു അതായത് എനിക്ക് തോന്നുന്നു ആ ഒരു സാരിയുടെ രംഗം തന്നെ അല്ല, സാരിയുടെ അല്ല മറ്റേ കട്ടിലിന്റെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ആ ഒരു രംഗമാണെന്ന് തോന്നുന്നു. അവിടെ എന്ന് വെച്ചാൽ ഭയങ്കര എന്തോ ഒരു അമാനുഷിക ഒരു പവർ ലഭിച്ച പോലെയാണ് ശരിക്കും ശോഭന അവിടെ ആ ഒരു പെർട്ടിക്കുലർ സീനിലുള്ളത്. എനിക്കറിയില്ല, നോബഡി ക്യാൻ റീക്രിയേറ്റ് ദാറ്റ്. അതാർക്കും പറ്റില്ല അവിടെ, ബിക്കോസ് എസ്പെഷ്യലി ദാറ്റ് സീൻ. പുതിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കുറെ എഫക്ട്സ് ആണ് ഇട്ടേക്കണേ. അതാണ് എഫക്ട്സ് ഇല്ല, ഇതില് ലൈറ്റ് കൊടുത്തിട്ട് കണ്ണെന്തോ ഒരു ശരിക്കും എനിക്ക് തോന്നുന്നത് ശരിക്കും പറയുന്ന കൂടി ആ ഒരു മൊമെന്റില് കണ്ണ് ഭയങ്കര ഇമ്പോർട്ടൻസ്. ശരിക്കും നാഗവല്ലി ആവുമ്പോൾ നമുക്കറിയാം നാഗവല്ലി കൂടിയിട്ടുണ്ട്, നോർമൽ ആവുമ്പോൾ നമുക്കറിയാം നോർമൽ ഗംഗയാണ് എന്നുള്ളതൊക്കെ നമ്മളെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കുന്ന രീതിയിൽ പല സംഭവങ്ങളും കാണിച്ചും തന്നിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ആ ഒരു മുത്തശ്ശിക്കഥ കേൾക്കുന്ന പോലെയാണ് ഇതിന്റെ, പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ഇമോഷണൽ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ എവിടേക്കോ കേട്ട ഒരു മുത്തശ്ശി കഥകളുമായിട്ട് പലപ്പോഴും സാമ്യം തോന്നുന്ന രീതിയിലാണ് ഈ മൂവി വന്നിരിക്കുന്നത്. എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്. എന്തൊക്കെയോ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഈ ഒരു ട്രെയിലർ. ഇപ്പൊ നമ്മൾ പലവട്ടം ഈ ഒരു മൂവി പണ്ടൊക്കെ കേട്ടപ്പോ കുറെ ആയി കണ്ടിട്ട്, ഒബിയസ്ലി 10 years ഒക്കെ ആയിട്ടുണ്ട്, 10-15 years വരെ ആയിട്ടുണ്ടാവും നമ്മള് മൂവി കണ്ടിട്ട്. കാരണം ഈ സ്ക്രീനിൽ വന്ന സമയത്ത് ആ ടൈമിലാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒബിയസ്ലി ഒരു 2000 കാലഘട്ടത്തിലൊക്കെ ആയിരിക്കാം നമ്മൾ കണ്ടിരിക്കുന്നത്, 2005 ഒക്കെ അങ്ങനെയൊക്കെ. അപ്പൊ എന്തായാലും ഇപ്പോ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുക എന്നത് ദാറ്റ്സ് വെരി ഗ്രേറ്റ് ആൻഡ് ഓൾസോ വെരി ക്ലാരിറ്റി പ്രിന്റ് ആണ് അല്ലേ. റീസെന്റ് ദേവദൂതൻ തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് മലയാളം അവൈലബിൾ ആയിരുന്നില്ല, അല്ല നമ്മൾ പോയ സമയത്തും കിട്ടിയില്ല. ഇവിടെ ഭയങ്കര ദൂരത്താണ്, പക്ഷെ അത് കിട്ടുന്നില്ല, രാത്രി ഷോ മാത്രമേ ഉള്ളൂ. അത് നല്ല ദൂരമാണ്, പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് പ്രത്യേകിച്ച് ഞാൻ ഇതിനകത്ത് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് ആ ഒരു പഴന്തമിഴ് പാട്ട് സോങ് ആണെങ്കിലും പിന്നെ നാഗവല്ലിയുടെ ഒരു സമയത്ത് ഒരു മുறை വന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടാവും കേട്ടോ ശരിക്കും തിയേറ്ററിൽ കാണുമ്പോൾ. പണ്ടത്തെ കാലം ചില പണ്ട് കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കും തിയേറ്ററിലൊക്കെ പോയിട്ട്, പക്ഷെ പണ്ടത്തെ കാല എക്സ്പീരിയൻസ് ഇപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടും. അപ്പൊ എന്തായാലും ഷെയർ യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.